സമയം 4:24 AM ആയി. ഇവിടെ കയറി നിക്കണം. ഇതെന്താ മാപ്പിളയും കപ്പിൾസാണ്. അതിങ്ങനെ ചാടിയിട്ടേ ഇവിടുന്ന് അപ്പുറത്തേക്ക് ചാടും ആൾക്കാര്. ഫുൾ സെറ്റാ, ഫുൾ ഇരുട്ടായിരിക്കും. പോകുന്നതാ നമ്മള്. ഇതാണ് ഇവിടുത്തെ കോട്ടേജുകൾ കേട്ടോ. സ്റ്റെപ്പ് വഴി പോവാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റേ റോഡ് വഴി അങ്ങനെയും കയറാം. ഗൈസ്, നേരം പെലവലാന്ന് പെലറിനുള്ളൂ. നേരം 3 മണിയായപ്പത്തിന് ഞങ്ങൾ പോവാണ്. എവിടുക്കാ പോണതല്ലേ? രാവിലെ സാധാരണ എല്ലാവരും എവിടുക്കാ പോവാ? ബാംഗ്ലൂരിന്ന് നന്ദി ഹിൽസ്ക്ക് പോകാൻ വേണ്ടിയൊക്കെ റെഡിയാണ്. ഒക്കെ ജാക്കറ്റും ഹുഡിയൊക്കെ ഇട്ട് സെറ്റാ. പോവാന്നാ? ആ മേലെന്നൊരു ഇതുണ്ട് കേട്ടോ, റോഡ് വീലർ ഉണ്ട്. അവിടെ ഞാനാണ് പുറത്തേക്ക് ഇറങ്ങിയാൽ തുടങ്ങും കുറയ്ക്കാന്. എന്താ കാണുന്നുണ്ട്? ഇതവിടെ ഉണ്ട് ആള്. എവിടെ? ഏറ്റവും ടോപ്പിലാണ് ആള്. പിന്നെ കാണിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോ നമുക്ക് ബാക്കിയുള്ള കാഴ്ചയിലോട്ട് കിടക്കാം. വെൽക്കം ടു അവർ ചാനൽ. ഇവിടുന്ന് ഏകദേശം ഒരു 1.5 മണിക്കൂറിനിട്ട് നമ്മളെ റൂമിൽ നിന്ന് നന്ദീസിലോട്ട്. 1.5 മണിക്കൂറല്ല, അതിലേറെ എടുക്കും നമ്മളവിടെ എത്തുമ്പോഴേക്കും. ഒരു മാപ്പിനകത്ത് കാണിക്കുന്നത് 1 മണിക്കൂറും 20 മിനിറ്റും കാണിക്കുന്നത്. രാത്രിയാകുമ്പോൾ വലിയ കുഴപ്പമില്ല. എന്താ ലെഫ്റ്റ് സൈഡത്താണ് കേട്ടോ നെക്സസ് മാളിന്റെ ഫ്രണ്ട് സൈഡ്. പക്ഷെ അവിടെ ക്രിസ്മസ് ട്രീ ഒന്നുമില്ലല്ലോ. ഉണ്ടോ? അവിടെ ഒരു പ്രതിമയാണ് അല്ലേ, ഏഞ്ചല്. സമയം 4:24 AM ആയി. വി ആർ ഇൻ എ ബ്രേക്ക്. ഷെൽ പെട്രോൾ പമ്പിൽ ബ്രേക്ക് എടുക്കാൻ പോയതാ. എല്ലാവരും ബാത്റൂമിൽ പോയി കണ്ടു പോകാൻ വേണ്ടി പോയി. വീണ്ടും ഞങ്ങൾ പോകുന്നു ഗൈസ്. ഡ്രൈവർ മാറി. ശരിക്കും പറഞ്ഞാലേ ഞങ്ങൾ നേരത്തെ പോകുന്നതിന് വെച്ചാല് ബ്ലോക്ക് ഒന്നും പെടാതെ സെറ്റപ്പായി പോവാനേന്. ഓക്കെ, അതിലൊരു ബ്ലോക്ക് ഉണ്ടായിരുന്നു. താഴെ അടച്ചിടുമല്ലോ രാവിലെ 6 മണി ആവുമ്പോഴേ ഓപ്പൺ ആക്കുള്ളൂ. അത് ചായ കുടിച്ചപ്പോഴേക്കും എന്തായി, അവിടെ ബ്ലോക്കായിട്ട് അവസാനം എന്താ റെഡി ആയി. ഇപ്പൊ ഏകദേശം മുകളിലെത്തി നമ്മൾ കേട്ടോ. മുകളിലല്ല, ഇവിടെ പാർക്കിങ്ങിന്റെ ഏരിയയിലെത്തി. കാണൂല, ഇത്രയും ആൾക്കാര് 6 മണിയായപ്പത്തിന് തണുപ്പുണ്ടാവും. കുഴപ്പമില്ല, പക്ഷെ കോടൊന്നുമില്ല അല്ലേ? കോടല്ല. ഇതാണ് ഇതിന്റെ എൻട്രൻസ്. ആ വണ്ടി പോവുണ്ടല്ലോ. ബസ്സും ഉണ്ടല്ലേ? ബസ്സും ഉണ്ടല്ലേ? എവിടെ? അത് വീഡിയോ എടുക്കുക. അതൊക്കെ സൂര്യനല്ലേ, ക്ലൗഡ്. ഇവിടെ കയറി നിക്കണം. ഈ കുറച്ചേരം കഴിയുമ്പോ ഇത് കോടൊക്കെ പോവും. ഇവിടെ തന്നെ നീങ്ങി തുടങ്ങിയില്ലേ, സ്റ്റാർട്ടിങ്ങിൽ നീങ്ങി തുടങ്ങിയല്ലോ. ആ മലയും ഇതൊക്കെ തന്നെ, കുന്നുമല ഇങ്ങനത്തെ പോലെ തന്നെ. അപ്പൊ നമുക്ക് സൺറൈസ് വ്യൂ പോയിന്റ് പോഞ്ഞില്ലേ? ശ്വാസം കിട്ടുന്നുണ്ടോ? കോട ഇവിടെ ഒന്നുമില്ല, കോട ഇറങ്ങിയിരുന്നല്ലേ? അതായത് ഇവിടുന്ന്
സൺറൈസ് വ്യൂ പോയിന്റിലോട്ട് ലെഫ്റ്റിലോട്ട് പോവാം. റൈറ്റ് റോഡ് കൂടി പോകണോ അതോ ഉള്ളുകൂടി പോകണോ? ഇവിടെ പോണോ ഇവിടെ പോണോ? ഇവിടെ നമ്മളന്ന് പോയില്ലേ? ഇവിടെ ഇതേപോലെ തന്നെ വ്യൂ പോയിന്റുകൾ ഇങ്ങനെ ഉണ്ടാവും. അങ്ങനെ എന്നത് ഇവിടെ പോവാ. ഇവിടെ വളഞ്ഞു പോണം, മറ്റേ സ്റ്റെപ്പ് കയറി പോണം. ഇതിലെ പോവാല്ലേ? ഇതൊക്കെ അവിടെ ബാക്കിലുണ്ടല്ലോ. എത്രയല്ലേ നടന്നിട്ട്? നടന്നിട്ട് എത്രയല്ലേ? കോടൊന്നും വീണ്ടില്ലേ? പുക വേണം ഇത്. ഇതെന്താ ഫുള്ള് മുഖം മാത്രണ്ട്, വേറെ ഒന്നുമില്ല. സോളാർ ലൈറ്റ് ആണല്ലേ? സ്റ്റെപ്പ് കയറാനുള്ള റിസ്ക്. ഇവിടെ ഒരു ഏർമാടൊക്കെ ഉണ്ട്. ബാക്കിലാണ് മാപ്പിളയും കപ്പിൾസ് ആണ്. വണ്ടി പോട്ടെ. അവിടെ സൺറൈസ് വ്യൂ പോയിന്റ്. റൈറ്റ് സൈഡ് പോവാ. വ്യൂ പോയിന്റ് ഇവിടെ ഉണ്ട്. സൺറൈസ് ഒക്കെ കഴിഞ്ഞു. വേഗം വരി. ഓ അവിടെ ഇരിക്കാനുള്ള ബെഞ്ചൊക്കെ ഉണ്ടല്ലോ അല്ലേ? ഇരിക്കാനുള്ള ബെഞ്ച് അതില്ലേ? ഇപ്പൊ വന്നതാണ് ഇതൊക്കെ. എന്ത്? ആ അവിടെ എന്തോ ഒരു അമ്പലല്ലേ? നീ ഇവിടുന്ന് കയറാ. ആ ഗൈസ് ഇവിടെയാണ് വ്യൂ പോയിന്റ്. ലെഫ്റ്റ് സൈഡിൽ തിരിഞ്ഞാൽ വ്യൂ പോയിന്റ് ആയിട്ടോ. സൺറൈസ് കഴിഞ്ഞു ഞങ്ങൾ എത്തിയപ്പോട്ടോ. ഇനി ഇതിന്റെ വ്യൂ ഉണ്ട്, കോടന്റെ വ്യൂ. അതിൻ്റെ ഉള്ളിൽ ഇനി കിട്ടുക അതിങ്ങനെ ചാടിയിട്ടേ ഇവിടുന്ന് അപ്പുറത്തേക്ക് ചാടും ആൾക്കാര്. ആ ഈ കമ്പി എടുത്തോണ്ട് ചാടും കണ്ടോ. ഇവിടെയൊക്കെ ഗൈസ് ഇങ്ങനെ ഇല്ലീഗലായിട്ട് കയറിക്കാണേ. ഇങ്ങനെ കയറാൻ പറ്റില്ല. ഇവിടുന്ന് എങ്ങനെ നമ്മൾ താഴത്ത് കഴിഞ്ഞാൽ ഒറ്റ പൊക്കേറാം കണ്ടോ. ഈ കമ്പിയാണ് ഉള്ള എടുത്ത് ചാടിയത്. തണുപ്പിടില്ലേ? ബാക്കിൽ കാണാൻ കോറാണ് കേട്ടോ. ഇവിടെ എന്താ ഇവിടെ മതിൽ ചാടാൻ പോകുന്നുണ്ട്. അത് ചാടാൻ പറ്റില്ലേ? കാല് ഇതാവൂട്ടോ. പക്ഷെ ഇത് 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 കാൽമ കയറും. ഇത് കയറി നോട്ടെ ഞാന് തെളിവ് വേണ്ടി അന്നാ കയറി വെച്ചിട്ട് കയറി മേലെ കയറി. അന്ന് ഞാൻ അന്ന് പറഞ്ഞില്ല ഞങ്ങൾ ഇന്നാള് പോയിന്ന്. അപ്പൊ അങ്ങനെ ഇതേപോലത്തെ ക്ലൈമറ്റ്. അതായത് താഴത്തുനിന്ന് ഇങ്ങനെ വരുമ്പോ ഈ ക്ലൗഡ് ഇതാ അതിന്റെ മുകളിൽ ഇങ്ങനെ പൊന്തി വരുമ്പോ ചുവപ്പ് കളർ ഇങ്ങനെ വരും. പിന്നെ അങ്ങനെ സൂര്യ സ്വത്തൊക്കെ ഉണ്ടാവും. പിന്നെ ചുവപ്പ് ഇങ്ങനെ ഫില്ല് ചെയ്ത് വന്നിട്ട് ചൂര്യൻ അങ്ങനെ പോറി ഇതേമാതിരി ഉണ്ടാവും. അത് മൊത്തം കാണുമ്പോൾ ഭയങ്കര ഭംഗിയായിരിക്കും.
നമ്മളെ ചാടിച്ചോ തുറക്കുമ്പോ മുന്നിൽ ഫസ്റ്റ് വരില്ല നമ്മള് ഫസ്റ്റ് ഒരു കുറച്ച് വരണ്ടി ഇപ്പൊ നമ്മള് കയറിയപ്പോ കൊറേ ആൾക്കാര് റിട്ടേൺ വന്നിട്ട് ഓലൊക്കെ കണ്ടോല്ലേ. കൊണ്ടിറങ്ങണം. ഗൈസ് ഇവിടെയാണ് ഞാൻ പറഞ്ഞ ആ വ്യൂ പോയിന്റ് കേട്ടോ. കുറേ ആൾക്കാരുണ്ട്. ഇത് അതിലൂടെ അങ്ങനെ പോയിട്ട് ഇങ്ങനെ കറങ്ങി വരുന്ന കറങ്ങാൻ വേണ്ടി ഒരാൾ വന്നു. ഇതെന്തിനാ ഈ സ്പേസ് ഈ സൈഡ് വീൽ ചെയറിലൂടെ കൊണ്ടുവരാൻ എല്ലാം കണ്ടറിഞ്ഞ് ചെയ്യണ്ടല്ലേ. ആ ഇവിടെ താമസക്കാരൊന്നും കൂടെ അത് മറ്റേ ഓടിച്ചല്ലടി. ഇവിടെ താമസക്കാരൊന്നും കൂടെ കുട്ടികളും വേറെ കുട്ടികളൊക്കെ ഉണ്ട്. ഇത് ലോഡ്ജാട്ടോ ഗൈസ്. അപ്പുറത്തെ സൈഡ് ഇതാണ് റെസ്റ്റോറൻ്റ് ആണ് അല്ലേ. 2 GB അല്ല 1 GB താഴത്താണത്. നമ്മളെത്തിയിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് അമ്മ എത്തുള്ളൂ. എന്നാ തിന്നോ. ഇതിലൊക്കെ ഓറഞ്ചും ഒക്കെ ഉണ്ട്. ഫുൾ സെറ്റാ. ആർക്കാ ലിച്ച്? ഇതാർക്ക് ലിച്ച്? ചിന്നുവിന് ലിച്ച്. ചിലുവിനോ? വേറെ അടക്കാപ്പഴം ഉണ്ട്, ഗോവ ഉണ്ട്, ആപ്പിൾ ഉണ്ട്, ഓറഞ്ച് ഉണ്ട്. ഗോവ ഉള്ളു, അടക്കാപ്പഴല്ല. നേരെ തിന്നട്ടോ. കുരു കുപ്പി പറഞ്ഞിട്ട് കുരു കളഞ്ഞ് ഫുള്ള് തിന്നുണ്ട്. ചിന്നു കുപ്പായ ഊരിയ. അതിന് കോട്ട് ഊരാൻ മാത്രം തണുപ്പ് പറഞ്ഞിട്ടില്ലല്ലോ. സൈറ്റുകൾ കാണാവുന്നതായിരുന്നു. ഇവിടെ ചെടികളെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ കണ്ടാലോ. എന്തോ ചെടികളെ കുറിച്ച് പറയണം. മറ്റേ ഇത് പെരി കൊണ്ടുപോകണമെന്നൊക്കെയാണ് പറയണത്. എന്താ അവിടെ ഡിസ്കഷൻ? വെണ്ടക്ക മുകളിൽ ചെടിയോ? ഇതോ കുരുകായ. ഇജ്ജ് നോണ അറിയാന്നും വേണം. ഇജ്ജ് പേടിച്ചു അങ്ങനെ തന്നെ പറഞ്ഞാൽ മതി. ഒരാളെ പൈച്ചിട്ട് ഓറഞ്ച് വേണമെന്ന് പറഞ്ഞിട്ട് ഓറഞ്ച് കൊടുത്തതാണ്. അതിന് മൊച്ച വന്നപ്പോൾ ജ്യൂസും ഒരു കുപ്പി ജ്യൂസും കൊടുത്തുക്കണു, ഓറഞ്ചും കൊടുത്തുക്കണു. എന്നിട്ട് ഒരു സൈഡിക്ക് ഓറഞ്ച് ഇട്ടുക്കണു, എന്നിട്ട് ഒരു സൈഡിക്ക് കുപ്പി പൊട്ടിച്ചാത്ത കുപ്പി ജ്യൂസും കൊടുത്തു മൊച്ചക്ക്. എന്താ പറയാനുള്ളത്? പൈച്ചുണ്ടോ എനിക്ക്? എന്താ ഇനി സഹിച്ചല്ലേ? ഇച്ചാണ്ട് ഇനി ആർക്കും കൊടുക്കല്ലേ കേട്ടോ. ആപ്പിളുണ്ട്, ലിച്ചി ഉണ്ട്. ലിച്ചി ഒന്നുള്ളൂ അല്ലേ? ആപ്പിള്, മാങ്ങ, ഓറഞ്ച്. ഇതാണ് നന്ദിയിലത്തെ നന്ദി കേട്ടോ. ഇതാണോ നന്ദി? നന്ദി ദിസ് ഈസ് നന്ദി ഫ്രം നന്ദി ഹിൽസ്. ഇനി നമ്മൾ പോകുന്നത് ഒരു ആശ്രമത്തേക്കാണ്. ബ്രഹ്മാശ്രമം. ബ്രഹ്മാശ്രമം എന്ന് പറഞ്ഞാൽ അതിൽ കൂടെ വേണം നമ്മൾ പോകാൻ കേട്ടോ. ഇങ്ങനെ സ്റ്റെപ്പുകൾ കയറി കുന്നും മലയും കയറി എത്തും നമ്മൾ ബ്രഹ്മാശ്രമത്തേക്ക്. പണ്ട് കാലത്ത് നമ്മുടെ മുനിമാരൊക്കെ തപസ്സിരുന്ന സ്ഥലമാണിത് ഗൈസ്.
ഇതാണ് ഇതിൻ്റെ എൻട്രൻസ്. സത്യം ഈ എൻട്രൻസ് ഇതാ ഫുൾ ഇരുട്ടായിരിക്കും. ലൈറ്റ് ഓൺ ആകട്ടെ. ഉണ്ടോ എടാ വിജയ് സീമ എന്ന് പറഞ്ഞാൽ വിജയ് സീമ ഐ ലവ് അങ്ങനെ എഴുതിച്ചോണം. ഞാൻ കരുതി സാമിൻ്റെ പേരാണ്. ഇതാ ഇവിടെയാണ് എത്രത്തോളം കാണുന്നുണ്ട്. കിച്ചണൊക്കെ ഉണ്ട്. ഇതാണ് ബാത്റൂം ഉണ്ട്. താഴത്തേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ട് വേണം ബാത്റൂമിൽ പോകാൻ. ഇത് അടുപ്പിൻ്റെ സ്ഥലമാണ് തോന്നുന്നുണ്ട്. താഴെ മറ്റേ ബാത്റൂം. എനിക്ക് വേഗം തിന്നു. എന്നാൽ എനിക്കൊരു ഉപ്പിടിയും കൂടെ എടുക്കാം. അത് സേവിങ്സ് ആവുമല്ലോ ബാഗ് പോയാല്. അതെ ഇങ്ങനത്തെ ഒരു സെറ്റപ്പാണ് ഇവിടെ. ഗവൺമെന്റിന്റെ അപ്രൂവലാണ്. കോട നീങ്ങലടത്തി. കോട അവിടെ എത്തിയേ നീങ്ങി നടത്തിയോ? നീ കുറച്ചും കൂടെ കഴിയുമ്പോൾ ഫുള്ള് തെളിഞ്ഞില്ലേ? എന്തോ ഉണ്ടല്ലേ ലൈക്കോ ലൈക്കോ ഉണ്ട് അല്ലേ? എന്നാ പോയി നോക്കി വരും. ചെജ്ജറങ്ങാം ചാടി. ഞാൻ പിടിച്ചാൻ പോണില്ല. ഉണ്ടോ? അപ്പൊ 6 കുരങ്ങന്മാരാ പോയി. ഇപ്പൊ 5 കുരങ്ങന്മാരും ഒരു കുരങ്ങെത്തി. നിങ്ങളുണ്ടല്ലേ കാല്. ഈ പോകുന്നതാ നമ്മള്. ഇതാണ് ഇവിടുത്തെ കോട്ടേജുകൾ കേട്ടോ. ഫാമിലി ആയിട്ടൊക്കെ വന്നിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഇങ്ങനെ ലെഫ്റ്റ് സൈഡിൽ ഇതാ ഈ ലെഫ്റ്റ് സൈഡ് കാണുന്നതാണ് കോട്ടേജ്. കോട്ടേജാണ്. ചൂട് കാലത്ത് നിൽക്കണോൾക്കേ AC ഒക്കെ വേണ്ടേ. പക്ഷേ ഇതിന് ഗ്ലാസ് ഉണ്ട്. ഇത് ബെഡ്റൂമാണിത്. ലെഫ്റ്റ് സൈഡിൽ ഇത് ബെഡ്റൂം. കുറേ ഉണ്ട് താഴത്തേക്ക്. ഇതെന്താണ്? ടിപ്പു അല്ല റൂമൊക്കെ പൂട്ടിക്കാണ് അതിന്. ഈ പുറം ഭാഗം പെയിന്റ് അടിച്ചു കഴിഞ്ഞാൽ ഓർമ്മല്ലേ? പെയിന്റ് അടിച്ചിട്ടുണ്ടല്ലേ? മറ്റേ ഓടിനെ നമ്മൾ അടിച്ചൂലേ പെയിന്റ്? ആ പെയിന്റ് ഞങ്ങൾ പുറത്തിറങ്ങിയതാ. ഞങ്ങൾ പുറത്തിറങ്ങി. ഇങ്ങനെ ഇറങ്ങി 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 അപ്പുറത്ത് കാറ് പോയിട്ട് വേണം കയറാൻ. ഇതാണ് എക്സിറ്റ് കേട്ടോ. ഇപ്പൊ നമ്മളെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇവർക്ക് നന്ദിൽസ് എന്താന്നോ അവിടുത്തെ പരിപാടിയൊക്കെ കാണിച്ചു കൊടുത്ത് അങ്ങനെ ഇറങ്ങാണേ. എന്ത് ബോർഡ്? നന്ദിൽസിന്റെ വെൽക്കം അങ്ങനൊന്നുമില്ല ഇവിടെ. ഈ ചുരം ഇറങ്ങാം. ചുരം കഴിഞ്ഞില്ല? പരിപാടി കഴിഞ്ഞില്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു? സൺറൈസ് മിസ്സാക്കില്ലേ? വേറെന്താ? തുറക്കണ്ടേ? നമ്മള് തുറക്കുന്ന രണ്ടും പാടെ കഴിഞ്ഞ അരമണിക്കൂർ ബാത്റൂമിൽ അതും പറ്റി.
ഒക്കെപ്പാടെ നമുക്ക് ചൊറിഞ്ഞീനോ? ഇല്ല, ഞാൻ ഫോണിന്റെ അടുത്ത് വിളിച്ചോക്കിട്ടേ. പിന്നെ ഒരു കാര്യം, നന്ദി ഹിൽസിക്ക് വരുന്നോല് ബാത്റൂം പോകണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് കാണുന്ന നമ്മൾ കയറിയിട്ട് ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് കയറിയിട്ടാണല്ലോ പോകുന്നത്. അത് ഞാൻ നേരത്തെ കാണിച്ചെന്നില്ലേ? ഓക്കെ, അപ്പം അങ്ങനെ പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ബാത്റൂമിൽ കയറണമെന്നില്ല. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പോകുന്ന സമയത്ത് ഫസ്റ്റ് റൈറ്റ് സൈഡിലോട്ട് നമുക്ക് സൺറൈസ് വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞിട്ടൊരു ബോർഡ് കാണാം. ഓക്കെ, ഒന്നെങ്കിൽ അതിലൂടെ സ്റ്റെപ്പ് കയറി പോവാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റേ റോഡ് വഴി അങ്ങനെയും കയറാം. അത് രണ്ട് വഴി കയറുകയാണെങ്കിലും റോയൽ എൻഫീൽഡ് ടോയ്ലറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ബോർഡ് കാണാം, അവിടെ പോയാൽ മതി കേട്ടോ. അത്യാവശ്യം നീറ്റ്നെസ്സുള്ള ടോയ്ലറ്റും ആണ്. പിന്നെ അതായിരിക്കും നല്ലത്, അവിടെ തിരക്കും ഉണ്ടാവില്ല. ഫസ്റ്റിൽ ഭയങ്കര തിരക്കായിരിക്കും, വെറുതെ ടൈം വേസ്റ്റ് ചെയ്യണ്ട. ഞങ്ങൾ അങ്ങനെ നിന്നുകൊണ്ടും പിന്നെ ഒക്കെ ചായ കുടിച്ചുകൊണ്ടൊക്കെ പാടെയാണ് ഞങ്ങൾക്ക് സൺറൈസ് മിസ്സായത്. ഓക്കെ, അപ്പോൾ സൺറൈസ് മിസ്സായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അല്ലേ? അതെ. ഞങ്ങൾ നന്ദി ഹിൽസ് പോയിങ്ങാണ്ട് റൂമിൽ വന്ന് റെസ്റ്റൊക്കെ എടുത്ത് പിന്നെ പുറത്ത് ശിവാജി നഗറിലോട്ട് പോവാണ്. അപ്പോൾ കാർ എടുക്കണില്ല കേട്ടോ, അവിടെ ഫുള്ള് ബ്ലോക്ക് ചെയ്യണം. ഇന്നലെ പോയി തിരിച്ചു വന്നാണ് ഞങ്ങൾ. അപ്പോൾ ഇന്ന് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ അവിടെ സ്ഥലങ്ങൾ കാണാൻ വേണ്ടി ഒരാളവിടെ പോയിട്ടുണ്ട്. ഇത് പുറത്തിറങ്ങി വെറുതെ കേട്ടോ. ഇത് സ്ഥലങ്ങളെ കാണാൻ വേണ്ടി. ഇതെന്താ അവിടെ നോക്കണേ? എന്താ അവിടെ ചെടി ഉണ്ടാവൂലേ? കാണാൻ ഇറങ്ങിയാത്രേ. ഓക്കെ, നമ്മളപ്പോൾ ഊബർ ബുക്ക് ചെയ്തിരിക്കണു. ഊബർ അല്ല കേട്ടോ, റാപ്പിഡോയിലാണ് വണ്ടി ബുക്ക് ചെയ്തിരിക്കണത്. അപ്പോൾ ഇപ്പോൾ വരും വണ്ടി, എന്നിട്ട് നമുക്ക് അതിൽ പോവാം. ഇതാകുമ്പോൾ വണ്ടിക്ക് റിസ്ക് ഇല്ലല്ലോ നമുക്ക്. ഒന്നെങ്ങാനും ഒരതി കഴിഞ്ഞാൽ തീർന്ന് കൈക്കർ നിർത്തി ഞങ്ങൾ ടാറ്റ ഇന്ത്യയിൽ ശിവാജി നഗറിലോട്ട് അല്ലേ? അല്ല, ഇതാകുമ്പോൾ സേഫാണ്, നമ്മൾ വണ്ടിക്കൊന്നും പറ്റില്ലല്ലോ. ഓക്കെ, അപ്പം ഞാൻ അവിടെ എത്തട്ടെ. ഞങ്ങൾ കിഡ് കുഴപ്പമില്ല, കിഡ് കുറച്ചുകൂടി ചെറുതല്ലേ. നമ്മളെ അതുകൊണ്ടാണ് പോയി കഴിഞ്ഞാലേ കാര്യമൊന്നുമില്ല. ഏതാണെങ്കിലും എത്ര ടൈമുണ്ട്? 45 മിനിറ്റ് ഉണ്ട് ഗൈസ്. ഗൈസ്, ശിവാജി നഗർ ജംഗ്ഷനിലെത്തിയിട്ട് ജംഗ്ഷൻ ഇതാണ് ശിവാജി നഗർ ബസ് സ്റ്റാൻഡ്. ഇതിൻ്റെ മുകളിൽ കാറുകൾ നിർത്താനുള്ള സ്പേസ് ഉണ്ട് കേട്ടോ. ഫസ്റ്റ് പർച്ചേസ് സ്ട്രോബെറി ബൗൾ RS 30 റുപ്പീസ്. ചെരുപ്പ് കടയിലാട്ടോ, ചെരുപ്പുകൾ നോക്കുന്നു. ചെരുപ്പ് സെലക്ഷൻ കിട്ടിയില്ല, അതുകൊണ്ട് ഇറങ്ങുന്നു. ഗൈസ്, ഇവിടെ കിയൻ്റെ ഷൂ ഉണ്ട് കേട്ടോ. കിയൻ്റെ ഷൂ കൈകറിനുണ്ടെങ്കിൽ കൈകറിനുണ്ടെങ്കിൽ നമുക്ക് എടുക്കാം. ഇത് കിയൻ്റെ ആണ്. കാണിച്ചു കൊടുത്ത ഇതെന്തൊക്കെ വാങ്ങി കാണിച്ചു കൊടുത്താ? ഒരു ലോഡ് സാധനം ഇതിലും ഉണ്ട്. ഇത് തിന്നാല സാധനം. നിങ്ങളെ ബാഗ്, ആ ബാഗ് അറേഞ്ച് ചെയ്ത് അതിലൊന്നുമില്ല, നമുക്ക് വാങ്ങാൻ എടുത്ത് വെച്ചാണ്ടേ അതിലൊന്നുമില്ല. ഞങ്ങൾ പോവാൻ വേണ്ടി അടുത്ത വണ്ടിക്ക് വെയിറ്റ് ചെയ്യുന്നു, അടുത്ത ക്യാബിന്. ഗൈസ്, ഞങ്ങൾ എവിടുന്നാണ് ഫുഡ് കഴിച്ചത്? ഇന്ന് സൈഡിൽ നിന്നാണ് ഫുഡ് കഴിച്ചത് ഗൈസ്. ഞങ്ങൾ പോട്ടെ. എന്താ മുന്നിലിരിക്കാൻ കുഴപ്പം? ഛർദിച്ചപ്പാ ഡ്രൈവ് ചെയ്യാൻ വാങ്ങണോ? ഡ്രൈവ് ചെയ്യാൻ വാങ്ങണോ?